പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാടാ. ഒരു വർഷമായി ഇന്നും അത് തന്നെ ആലോചിച്ചുകൊണ്ട് നീ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാർത്ഥമായ സ്നേഹിച്ചേ. എനിക്ക് എങ്ങനെ അത്ര ഈസി ആയിട്ട് മറക്കാൻ പറ്റും? നിന്റെ ലവ് സിൻസിയർ തന്നെയാടാ. പക്ഷേ നീ അവളെ ടച്ച് പോലും ചെയ്തില്ലല്ലോടാ. പക്ഷേ അവള് NRA പയ്യനെ ഒരെണ്ണം കിട്ടിയപ്പോ നിനക്ക് ടാറ്റ കാണിച്ചിട്ട് പോയില്ലേ? ഇല്ല അമ്മാവ, അവളും എന്നെ സ്നേഹിച്ചിരുന്നു. നീ ഒരു പൊട്ടനാടാ. അവള് നിന്നെയല്ല, നിന്റെ ജോബ്, നിന്റെ പൈസ, അതിനെയാണ് അവൾ ലവ് ചെയ്തത്. ഇപ്പൊ അവക്ക് നിന്നെക്കാളും ഒരു ബെറ്റർ ആയിട്ട് കിട്ടി, നിന്നെ വിട്ട് കളഞ്ഞു. പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാടാ. ജസ്റ്റ് MMS. MMS എന്ന് വെച്ചാ? മണി, മജ. അടുത്തത് എന്റെ വായിൽ ഞാൻ പറയാൻ പാടില്ല. ഇതൊക്കെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് അവർ പ്രതീക്ഷിക്കുന്നതാ. അത് കഴിഞ്ഞ് ആമ്പിള്ളേർ അടുത്ത ഒരു BBS. BBS എന്ന് വെച്ചാ? ബാക്ക്ഗ്രൗണ്ട് ബെസ്റ്റ് സെറ്റിൽഡ് ലൈഫ്ഡാ. അതുകൊണ്ടാ പറഞ്ഞേ, പ്രശ്നം പോയെന്ന് പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുക. നിനക്കാണെ ഉള്ളൊരു ചെറിയ ജോലി, കിട്ടുന്ന ശമ്പളവും നക്കാപ്പിച്ച. അവൾക്കാണ് അമേരിക്ക എന്നൊരു ചെറുക്കനെ കിട്ടിയേക്കുന്നേ. ലൈഫെല്ലാം ഡോളറിലാണ്. അതുകൊണ്ടാണ് അവൾ ജമ്പായത്. നിനക്കൊരു കാര്യം ഞാൻ പറയുക, ഇപ്പൊ കേട്ടോ. എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് നിനക്കറിയായിരുന്നോ? സൂപ്പറായിട്ടൊരു ഫിഗർ എടുത്ത് പോയി നന്നായിട്ട് എൻജോയ് ചെയ്തേനടാ. അവളെയൊക്കെ എപ്പോഴും മറന്നേനെ. സിമ്പിൾ ലൈഫാടാ. ഞാൻ ഈ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറയുന്ന പോലെ നീ ചെയ്യും. ബോഡിയും ഫുള്ള റീഫ്രഷ് ആകും. പിന്നൊരു കാര്യം, നിന്റെ നമ്പർ സൈറ്റിൽ ഞാൻ എടുത്തേ. ഒരുപാട് പെണ്ണുങ്ങൾ നിനക്ക് മെസ്സേജ് അയക്കൂടാ. അതിലൊരു നല്ല പെണ്ണിനെ സെലക്ട് ചെയ്ത് നീ സന്തോഷമായിട്ടിരിക്കടാ. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. ഫീൽ ആവാതെ. എനിക്ക് അർജന്റായിട്ടൊരു ജോലിയുണ്ട്. ഞാൻ ഓഫീസ് വരെ പോണം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഓഫീസിലോട്ട് വാ. ശരി, പോയിട്ട് വരട്ടെ മോനെ. ശരി അമ്മാവ. ഹലോ ഹലോ, പറയൂ. നിങ്ങൾക്കുള്ള അമൗണ്ട് 30K. നിങ്ങൾ പറഞ്ഞ എമൗണ്ട് എനിക്ക് സമ്മതാണ്. നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരട്ടെ? ഏത് ഹോട്ടലാ? റൂം നമ്പർ എത്രയാ? സ്റ്റാർ ഹോട്ടൽ 3010ലേക്ക് വരൂ. ഞാൻ പുറപ്പെടുകയായി. ഓക്കെ മാഡം. ബൈ. അയ്യോ, ഈ ഡ്രസ് നന്നായിട്ടില്ല. ഹായ് മാഡം. ഹായ്, വരൂന്നേ. ഈ സ്ഥലം വളരെ നന്നായിട്ടുണ്ടല്ലോ. വന്ന ഉടനെ മോഹം കണ്ട് കെട്ടിപ്പിടിക്കുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ റൂം നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. നമുക്കെന്നാ ആരംഭിച്ചാലോ? തുടങ്ങാം. വരൂ. എന്നാ തുടങ്ങല്ലേ? അത് ഒരു 5 minutes. ഓക്കേ. പുതിയതാണെന്ന് തോന്നുന്നു. നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? പെൺകുട്ടികളെല്ലാവരും നല്ല പണക്കാരായ സെറ്റിലായ ആൺകുട്ടികളെ മാത്രമേ പ്രേമിക്കുന്നുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കുന്നേ? മറ്റുള്ള പെണ്ണുങ്ങളെ വിട്ടേക്ക്. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. ഞങ്ങളുടെ അടുത്ത് വരുന്ന ആണുങ്ങള് തരാനുള്ള പൈസ പറ്റിക്കാതെ, കിട്ടണമെന്നും വിചാരിച്ചോണ്ട്, ഇഷ്ടമില്ലെങ്കിലും എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും
മനസ്സിനെ കല്ലാക്കി ഞങ്ങൾ ജോലി ചെയ്യും. ഇങ്ങനെയുള്ളൊരു ജോലി ചെയ്യുന്നതൊരു തെറ്റായ ജോലിയാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനെക്കാട്ടിലും ഒരു നല്ല ജീവിതമാണ് പ്രധാനം. കാരണം ഞങ്ങൾക്കിപ്പോ അങ്ങനൊരു ജീവിതം ഇല്ലല്ലോ. ശരി, എന്താന്നേ വന്ന കാര്യം നടന്നില്ല? ഈ പണി വേണ്ട, വേറെ പണിയുണ്ട്, നിങ്ങൾ ചെയ്യോ? വേറെ പണിയുണ്ടെന്നോ? അതിന് വേറെ റേറ്റാ. ഇപ്പൊ തന്നതിനേക്കാളും ട്രിപ്പിൾ റേറ്റ് തരാം. അതെന്ത് ജോലിയാ? നാളെ ഒരു ദിവസം എന്റെ ഗേൾഫ്രണ്ടായിട്ട് കൂടെ വരാവോ? വാട്ട്? ഗേൾഫ്രണ്ട് ആയിട്ടോ? ഞാനോ? എനിക്ക് വേണ്ടി ഒരു ദിവസം. തൊടുകയില്ല, ഉമ്മ വെക്കില്ല, അതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പുറത്ത് കറങ്ങാനല്ലേ വിളിക്കുന്നത്. ഏതായാലും സന്തോഷത്തോടെ പോയിട്ട് വരാം. ജോലിയില്ലെങ്കിലും പൈസ കിട്ടുമല്ലോ, അത് തന്നെ ഭാഗ്യം. ഓക്കെ ആണോ? പൈസ തീർച്ചയായും തരുമല്ലോ അല്ലേ? ആ, ഉറപ്പായിട്ടും തരും. ഈ മാസത്തെ എന്റെ സാലറി 20,000 നിനക്കാ. എന്നാ ശരി. എന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? അത് പിന്നെ നമ്മുടെ ഗെയിം ക്ഷേത്രത്തിൽ വെച്ച് തുടങ്ങാം. എത്രയോ ആണുങ്ങളോടൊപ്പം കിടക്ക പങ്കിട്ട എനിക്ക് പവിത്രമായ അമ്പലത്തിലേക്ക് വരാനുള്ള യോഗ്യതയില്ല. നീ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിന്റെ അടുത്ത് വരുന്ന ആണുങ്ങൾ ചെയ്യുന്നതും തെറ്റ് തന്നെയല്ലേ? അങ്ങനെയുള്ളവന്മാരൊക്കെ ക്ഷേത്രത്തിൽ വരുമ്പോ നിനക്ക് വരാൻ പാടില്ലെന്നുണ്ടോ? വാ. ഇപ്പൊ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ? മാത്രല്ല, എനിക്കും ഒരു മനസ്സുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്നാൽ ഇങ്ങനെ ഒരു ദിവസം മാത്രമല്ല, ജീവിതകാലം മുഴുവൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, വാ പോവാം. ഓക്കെ, ബൈ. ഏയ്, ഒന്ന് നിന്നേ. കാശ് വാങ്ങിട്ട് പോ. വേണ്ട. അല്ല, സാരമില്ല, വാങ്ങിക്കോളൂ. ആക്ച്വലി ഇന്ന് എനിക്ക് വിലമതിക്കാനാവാത്തൊരു ദിവസമാണ്. താങ്ക് യു ഫോർ ദ ഡേ. ഇങ്ങനെ ഒരു ദിവസത്തേക്കല്ല, എന്താ പറഞ്ഞേ? നമുക്ക് എന്നേക്കുമായി ഒന്നിച്ച് ജീവിച്ചാലോ? എന്റെ കൂടെ വരാൻ തയ്യാറാണോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. നിന്നെ കണ്ടപ്പോ തന്നെ നീ എന്റേതാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ചുമ്മാ ഭ്രാന്ത് പറയല്ല. എന്റെ കയ്യിൽ കാശില്ല, സ്വത്തില്ല. പക്ഷെ ലൈഫ് ലോങ് ആയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കും. എന്റെ അകത്ത് അത്രയ്ക്കും സ്നേഹമുണ്ട്. നിനക്ക് വിശ്വാസമാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഇവിടെ തിരിച്ചു വരാം. നമുക്ക് ഈ നാട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്തു പറയുന്നു?
ഞാൻ നിക്കടാ. ഏ? എങ്ങോട്ടാടാ പോന്നെ? ഞാൻ പറഞ്ഞതല്ലേ ബാനുയുടെ കൂടെ പുറത്തു പോവാണെന്ന്. നീനക്കെന്താ വട്ടാണോ? ആരുടെ അവള്? ഒരു കോൾ ഗേള്. പണത്തിന് വേണ്ടി എല്ലാവരുടെ അടുത്തും ബന്ധം വെച്ചോണ്ടിരിക്കുന്നവള്. അവളുടെ അടുത്ത് നിനക്ക് എന്തിനാണ് ഇത്ര പ്രേമം? അതെന്താ 2 ഐസ്ക്രീം കഴിച്ച് പാർക്കിലൊക്കെ കറങ്ങി നടന്നാ അത് പ്രേമമാകുമോ? പറയടാ, നീ തന്നെ പറ. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടല്ലേടാ. അവൾക്ക് ഇഷ്ടമില്ലാത്ത തന്റെ ഭൂതകാലം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ഭാവി കാലത്തിന് വേണ്ടി എന്റെ കൂടെ വരുമെന്ന് ഒരു ചെറിയ ആഗ്രഹം. റിയൽ ലൈഫിൽ ഇങ്ങനൊന്നും നടക്കില്ല. ഞാൻ വരട്ടെ, ബൈ. അവസാനായിട്ട് എന്താ നീ പറയുന്നേ? നിക്കടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിക്കടാ അളിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. പറഞ്ഞ മനസ്സിലാകത്തുമില്ല. ഈ പ്രേമത്തിൽ വീണെന്നോ കുഴിയിൽ വീണെന്നോ? കുഴിയിൽ വീണോലൊന്നും പെട്ടെന്ന് വരില്ല. നോക്കാം. ഹലോ ചീനോ, നീ പെട്ടെന്ന് എൻ്റെ റൂമിലോട്ടൊന്ന് വാ. ബാനു, ബാനു, എന്താ ഇത്? എന്നോട് വരാൻ പറഞ്ഞിട്ട് ഇവളിതെങ്ങോട്ട് പോയി? ഇനിയെങ്ങാനും എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് സത്യമാവോ? ചേച്ചേ, അങ്ങനെയൊന്നും നടക്കില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ഇതെന്താ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നേ? ഇനിയെങ്ങാനും എന്റെ ഫ്രണ്ട് പറഞ്ഞു തന്നെ ആയിരിക്കോ സത്യം? ആഹാ. ഓ. ഏയ് നിക്ക്. എന്താ നിന്നെ വിളിച്ചാ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നേ? നീ പോയതിനു ശേഷം ഞാൻ നിന്നെ പറ്റിയാണ് ആലോചിച്ചത്. ആ ബ്രോക്കർ ഒരുപാട് നേരായി വിളിക്കുന്നു. അതുകൊണ്ടാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. ഞാൻ കാണിക്കുന്നത് ഭ്രാന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ദിവസം മാത്രമല്ല, ജീവിതകാലം മുഴുവൻ എനിക്ക് നീ വേണം. അങ്ങനെയാണ് എന്റെ മനസ്സ് പറയുന്നത്. ജീവിതവും മരണവും നിന്നോടൊപ്പമാണ്. ശരി, വാ നമുക്ക് പോവാം. ഉം. അപ്പോഴേക്കും അവരെങ്ങനെ വന്നാലോ? ശരി.